ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഈ വ്ളോഗ് എത്രത്തോളം മുമ്പോട്ട് പോകുന്നുള്ള എത്രത്തോളം കംപ്ലീറ്റ് ആക്കുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം സമയം ഏകദേശം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം കണ്ടോ ബാഗൊക്കെ ഇട്ട് പെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. സി ഐ ഹാവ് എ ഫെറർ വർഷം വിത്ത് മീ. ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം പൂക്കി ഓൾസോ നോൺ ആസ് വർഷ വിജയൻ എനിക്ക് പ്രഷർ വാങ്ങിച്ച് തന്നല്ലോ. ഇനി ബാക്കി ഒരെണ്ണം കൂടെ ഉള്ളൂ, ബാക്കി 2 ഞാൻ കഴിച്ചു. അപ്പം ഞാനിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. അത് ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. അതെ ഈ പ്രശ്നം പോകാം, പക്ഷെ അവനെ കൊണ്ടുപോകണില്ല. സാധാരണ എപ്പോഴും പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോവാം. ഇനി ഞാൻ ഒരു ചേഞ്ചിന് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബസ്സിലാണ് പോയത്. പക്ഷേ ഇനി ഞാൻ ട്രെയിനിലാണ് പോകാൻ പോകുന്നത്, അതും ഒറ്റയ്ക്ക്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചൊരു വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അത് ഇത് ചെല്ലുമ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഞാൻ AC ടിക്കറ്റ് എടുത്തേക്കുന്ന. അപ്പം ട്രെയിനകത്ത് കയറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് 11 മണിക്കാണ്. അപ്പോൾ രാത്രി എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഫ്ലാഷ് വെച്ച് വ്ളോഗൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ട്രെയിനകത്തുള്ള പരിപാടീസ് ഒന്നും എനിക്ക് അറിയത്തില്ല. രാവിലെ 9 മണിയാകുമ്പോൾ കൃഷ്ണരാജപുരം എത്തും. പിന്നെ അവിടെ ചെന്നിട്ട് ആശി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് കഴിക്കുന്നതൊക്കെ ആയിരിക്കും ഈ വ്ളോഗ്. ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ഗൈസ്. യെസ്, ഒരു ഗേൾസ് ഡേറ്റിന് വേണ്ടിയിട്ടാണ്. ആശി മർഷാനയും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും. സോ വെൽക്കം ടു മൈ വ്ളോഗ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇത് നമുക്ക് താഴെ കൊണ്ടുപോയി ഷെയർ ചെയ്ത് കഴിക്കാം. ബിക്കോസ് ഞാൻ ബാക്കിയൊന്നും അവർക്ക് അറിഞ്ഞു കൊടുത്തില്ലായിരുന്നു. ഫുഡ് കഴിച്ചിട്ടാട്ടോ ഞാൻ ഇറങ്ങുന്നത്. അപ്പം ഞാൻ താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ഈ ഷാമിന് വരാത്തത് അവനിക്ക് ബോയ്സ് ടൈം വേണമെന്നും പറഞ്ഞിട്ടാണ്. അയ്യോ വ്ളോഗൊന്നും പറഞ്ഞ് ദേ ഇറങ്ങി ഓടുന്നു. അതെ ഗൈസ്, അവൻ വരാത്തത് അവനിക്ക് ഇവിടെ ബോയ്സ് ടൈം വേണം, അവന് ബോയ്സ് ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. ഓക്കെ എന്തുവാ അയ്യേ കണ്ടോ ഗൈസ്, ഇവനെന്താ നീ എന്താ ബാംഗ്ലൂർ വരാത്ത എൻ്റെ കൂടെ? അതോ നിനക്ക് ബോയ്സ് ടൈമിന് വേണ്ടിയിട്ടാ? പിള്ളേർ റിജു മാത്രമേ പോയിട്ടുള്ളൂ. റിജു ബൈ ദ വേ റിജു നാളെ ഗൾഫിൽ പോവാണ് ഗൈസ്. അതിന് റോഷനും ഹസ്ബൻഡും ഇവിടെ ഉണ്ട്. നേരത്തെ എൻ്റെ ഗ്രൂവിൻ ടീഷർട്ടിലായിരുന്നു. ഞാൻ ചെറുതായിട്ട് ടീഷർട്ടൊക്കെ മാറി രാവിലെ ടീഷർട്ട് എടുത്ത് അടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അടുത്ത വർഷം കാണാവേ. ദർശൻ്റെ കല്യാണമാണ് ഗൈസ്. അങ്ങനെ സീ യു നെക്സ്റ്റ് ഇയർ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ട്രെയിനിൻ്റെ ടൈം നോക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എത്തി നോക്കിയപ്പം ട്രെയിൻ ഏകദേശം 1 അവർ ഡിലേ ആണ്. അതുകൊണ്ട് ആ ഒരു 1 അവർ തൃശ്ശൂർ നല്ല പോസ്റ്റായിരുന്നു. ആൻഡ് ചെന്നപ്പം ദേ അവിടെയുള്ള ഓപ്പൺ ബസ് ഇല്ലേ, ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ്സൊക്കെ അവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ സോളോ ട്രിപ്പ് ആട്ടോ. ഞാൻ ഇപ്രാവശ്യം ഷാമിലിനെ കൊണ്ടുപോയില്ല. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവൻ എന്നെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് അവൻ തിരിച്ചുപോയി. 11:40 എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ട്രെയിൻ തൃശ്ശൂർ എത്തിയപ്പം ഏകദേശം 12:05 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ ഇത്രയും ലേറ്റ് ആവുന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടായില്ല. 10:45 വരേണ്ടുള്ള ട്രെയിൻ ഏകദേശം 1.25 മണിക്കൂർ ലേറ്റ് ആയിട്ട് 12:05 ആയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഞാൻ ബുക്ക് ചെയ്തിരുന്നത് അപ്പർ ബർത്ത് ആയിരുന്നേ. സോ ട്രെയിനിൽ കയറി പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ബാഗെല്ലാം സെറ്റ് ചെയ്ത് നേരെ കിടന്ന് ഉറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വേറെ പരിപാടിക്കൊന്നും നിന്നില്ല, സ്ട്രെയിറ്റ് ടു സ്ലീപ്പ്. അങ്ങനെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്ക് കൃഷ്ണരാജപുരത്തിന് 2 സ്റ്റേഷന് മുമ്പുള്ള സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു 7-8 മണിയായപ്പോഴാട്ടോ ഞാൻ ഉറക്കണീറ്റത്. പിന്നെ AC ടിക്കറ്റ് എടുക്കുന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും, ജാക്കറ്റ് മാത്രമായിട്ട് കയറരുത് കേട്ടോ, നല്ല തണുപ്പാണ്. അവർ ഷീറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 1 അവർ ഡൽഹിയിലാണെങ്കിൽ പറയാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ചെറിയ നൊക്ലാജി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു 3 വർഷത്തിന് മുമ്പ് ഹർഷാനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ആശയോടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അത് ഓർമ്മ വരുന്നത്. അടിപൊളിയായിരുന്നു. സർപ്രൈസിങ് ഹർഷാനെ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി ഗുഡ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അവരെ 2 പേരും കൂടെ കാണാൻ പോവാണ്. ലൈഫ് ചേഞ്ചസ് ഗൈസ്.
അതെ, പറഞ്ഞതുപോലെ ലൈഫ് ചേഞ്ചസ്. ആക്ച്വലി ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അവിടെ ട്രെയിൻ പിടിച്ചിട്ടപ്പം അവിടെ പോയപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശയായിട്ടന്ന് വന്നപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആശ മേക്കപ്പ് ചെയ്യും, ബാക്കിൽ ഒരാളൊക്കെ നിൽക്കും. ആ ഒരു മൊമെൻ്റൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി കൃഷ്ണരാജപുരം എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് യു നോ വാട്ട് ഗൈസ്, ഐ ലൈക്ക് ബാംഗ്ലൂർ വെതർ. ഒരുപാട് ചൂടുമല്ല, ഒരുപാട് തണുപ്പല്ല. ചെന്നപ്പം ആക്ച്വലി ആശയോട് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ തണുപ്പൊന്നും ഇല്ല, നല്ല ചൂടാണെന്നൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് ചെന്നിറങ്ങിയപ്പം ഐ എക്സ്പെക്റ്റ് നല്ല കാട്ട വെയിൽ ആൻഡ് എന്താ പറയുക ചൂട്. പക്ഷേ എനിക്ക് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു കിട്ടിയത്. പിന്നെ 9:15 ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസ് ടൈം, അതായത് ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു ഊബർ തന്നെ കിട്ടിയത്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ബാംഗ്ലൂർ ഡസൻറ്റ് ഫീൽ ലൈക്ക് എ ന്യൂ സിറ്റി. ശരിക്കും ഒരു പുതിയ സ്ഥലത്താണ് എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. അത് ഈ ഒരു സ്ഥലം എത്തിയാൽ ആശുപത്രിയുടെ അപ്പാർട്ട്മെൻറ്റ് എത്തി എന്നുള്ളൊരു ഫീൽ തന്നെയാണ്. ഫൈനലി ഞാൻ അവരുടെ ഫ്ലാറ്റിലെത്തി. ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ്. കറക്റ്റ് ലിഫ്റ്റിലായി കയറിയെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ചോദിച്ചു അങ്ങോട്ടാ. ഞാൻ പറഞ്ഞു ആശി റിമിക്കിലോട്ടാ. ശരി, അവരുടെ ഫ്ലാറ്റ് ഇത് തന്നെയാണ് ഗൈസ്. ബ്രഷ് ആശാമറിയും ബ്രോ എനിക്ക് ദോശ ഉണ്ടാക്കി. ദിസ് ഈസ് ഹർഷാനസ് ചിക്കൻ കറി. She's cold. Malika ma'am. Wow. Kitchen is yours. Go. I like this. I don't. Oh. ഒരു piece ഒന്ന് കൊടുക്ക്. കുത്തി അത് ഉണ്ടാക്കി വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ വരാവുന്ന ഗൈസ്. നല്ല അടിപൊളി മധുരമുള്ള മാങ്ങ ഗൈസ്. This is Malika. മല്ലിക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബംഗാരപ്പള്ളി തരാം. ഓക്കെ. ബംഗാൻപള്ളി വലിയ രസമില്ല. ബംഗാരപ്പള്ളി കുറച്ചുകൂടി ഒരു മധുരം കുറവാണ്. എനിക്ക് മല്ലിക ഇഷ്ടം. അത് ഷെറാവത്തായാലും നമുക്ക് ആശാമറിയും അടുത്ത സാധനമായിട്ട് ഇപ്പോൾ വരുന്നത് കാണിച്ചു തരാതെ ഞാൻ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇച്ചിരി പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ വിത്ത് കുപ്പി. കുപ്പിക്കുള്ളിൽ ഐസ് കാണിച്ചു കൊടുക്ക്. എന്റെ സ്നോമാൻ ഐസാ. ആണോ? അയ്യോ, ഇതിൽ തുറക്കണമല്ലോ. ഒരു മിനിറ്റ് ഗൈസ്. സ്നോമാൻ ഐസ് ദേ എൻ്റെ നാരങ്ങ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നു. ടെക്നോളജിയാ. ഞാൻ എൻ്റെ പണിയെടുക്കാൻ പോവാം. പണിയെടുക്കാൻ പോകണം ഗൈസ്. ഞാൻ ഇച്ചിരി വിഷമത്തിലാണ്. ചിക്കൻ കഴിക്കാൻ ചോറ്. റെഡ് കളർ ചിക്കൻ കറി. അമ്മ രാവിലത്തേക്ക് മഞ്ഞ കളർ, രാത്രി ഉച്ചക്കത്തേക്ക് റെഡ് കളർ. എന്താ അല്ലേ? Every house needs an amma, not ammo. അതെ, that one ഞാൻ എൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ. ആമസോൺ പ്രൊഡക്റ്റ് അല്ലേ? ഇതിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. രസാനെ നമ്മൾ സെപ്റ്റോയിന് വല്ലതും ഓർഡർ ചെയ്തായിരുന്നു. ഇല്ല, ആമസോൺ പ്രൊഡക്റ്റ് ആ കേട്ടോ. ഇതിൽ ഞാൻ ഞൊണ്ടി അങ്ങ് അറ്റത്തുനിന്നേ ഞൊണ്ടി വരാവോ. ഇതേതാ? ബംഗാനപ്പള്ളി. കഴിക്കട്ടെ. ഫ്രിഡ്ജിൽ നോക്കില്ല. അപ്പൊ നമ്മൾ കുടിക്കാൻ പോകുന്നത്
ഇതും അടിപൊളി ഗൈസ്. ചക്ക മക്ക ചെയ്യുന്ന പനിയല്ലേ തടുപ്പില്ല. ഗൈസ്? എന്റെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോണം. അത് നമുക്ക് എങ്ങനെ വെക്കണം? ദൂരെ ദൂരെ വെക്കാം. കേക്ക് തട്ടാത്ത രീതിയിൽ വെച്ച് നോക്കാം. പ്ലേസ് ചെയ്യാം. പണ്ട് സ്കൂൾ ഞാൻ ചെയ്യണോ അത്? ഞാൻ ചെയ്താൽ നല്ല രസമായിരിക്കും. ഒരു സൈഡിൽ കൂടെ താനും കൂടെ സുട്ടോ നീ ചെയ്യണം മോനെ. നീ ചെയ്യില്ല ഒരെണ്ണം ഇച്ചിരി ഇച്ചിരി ഫുട്ബോൾ എറിയുന്ന പോലെ എറിയല്ലേ. മോളിൽ നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു. ഇടുന്നില്ല. കേക്ക് ഉണ്ടാക്കാൻ നേരം സുട്ടൻ ചെയ്തത് കണ്ട് ആശ ചെയ്തത് കണ്ടാൽ ഞെട്ടും. ഇതൊക്കെ കണ്ട് ഞാൻ എങ്ങനെ ചെയ്യും? ഞാനും കൂടെ എറിഞ്ഞോട്ടെ. ഞാനും അറിയട്ടെ. ഇത് ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ബാംഗ്ലൂർ പോയപ്പം എനിക്ക് ആശ ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം സെയിം ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കി. അത് ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ദാറ്റ് വാസ് കിടിലം സർപ്രൈസ്. കേക്ക് ഡെക്കറേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമേ ബ്ലൂബെറി വെച്ച് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ അത് ഫ്ലോപ്പ് ആവും എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ചെറിയ കളർഫുൾ സാധനം വെച്ച് സൈഡെല്ലാം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗേസ്, താങ്ക് യു സോ മച്ച്. യു നോ വോട്ട്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് മറ്റേ ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഹീൽസൊക്കെ ഇട്ട് ഡ്രസ്സപ്പൊക്കെ ആയിട്ട് ഡേറ്റിന് പോകാന്നുള്ളത്. എനിക്കറിയത്തില്ല ഞാനിത് ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരുണ്ടല്ലോ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഈ ബർത്ത്ഡേ കേക്കും അതേപോലെ എന്നെ ഒരു ബർത്ത്ഡേ ഡേറ്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് കണ്ടൊക്കെ അറിയുന്നുണ്ട്. ആൻഡ് ദ കേക്ക് വാസ് അടിപൊളി. ആശാമരും ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലായി എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ആ ഒരു സർപ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടത് എന്നൊന്നും അറിയത്തില്ല. ആഫ്റ്റർ ദിസ് ഞങ്ങൾ ബർത്ത്ഡേ ഡേറ്റിനാട്ടോ പോയത്. ഹെലൻസ് പ്ലേസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ളൊരു സ്ഥലത്താണ് പോയത്. ദാറ്റ് വാസ് സോ കിടിലം. അപ്പോൾ എന്താ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.